ഹലോ ഗൈസ്, നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് സലാഡാണ്. കസ്റ്റർഡ് പൗഡർ ഇല്ലാതെ അതിനായി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വിഷുക്കണിക്കായിട്ട് എടുത്ത ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 2 ടീസ്പൂൺ മൈദ റോസ്റ്റ് ചെയ്ത് ഒരു 2 മിനിറ്റത്തേക്ക്. അതിനുശേഷം അതിനകത്ത് 1/2 ലിറ്ററോളം മിൽക്ക് ആഡ് ചെയ്തു. അത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ്, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു ലൈറ്റ് തിക്ക് കൺസിസ്റ്റൻസി എത്തുമ്പോൾ ഈ നട്ട്സൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ ഒരു ടീസ്പൂണോളം വാനില എസൻസ് ആണ് ആഡ് ചെയ്യുന്നത്. അതും ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുറച്ച് സാഫ്രൻ അഥവാ കുങ്കുമപ്പൂവാണ് ഇവിടെ കളറിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ചേർക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡ് കളേഴ്സ് ആയാലും യൂസ് ചെയ്താൽ മതി. ഇനി ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും സാരമില്ല. അതിനുശേഷം നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ച് ഫ്രീസറിൽ ഒരു 1 അവർ വെച്ചതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസ് ഇഷ്ടമുള്ള രീതിക്ക് ചോപ്പ് ചെയ്തെടുത്ത് വയ്ക്കാവുന്നതാണ്, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്. അതിനുശേഷം ഒരു ടീസ്പൂണോളം ഹണി ആണ് നമ്മൾ ഒഴിക്കുന്നത്. നമ്മുടെ ബോയിലിംഗ് സ്റ്റേജിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആഡ് ചെയ്യാത്ത പക്ഷം നമുക്ക് ഇങ്ങനെ ഹണി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഫ്രൂട്ട്സ് ആണ് ഇടുന്നത്. ഇവിടെ ഞാൻ ആപ്പിൾ, മാംഗോ, പിന്നീട് പൈനാപ്പിൾ, പിന്നെ ഒരു പഴം ഒരു 3-4 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പോമിഗ്രാനൈറ്റ് അഥവാ മാതളം, പൈനാപ്പിൾ, പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, ഇതൊക്കെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ കസ്കസ്, അതും ഓപ്ഷണലാണ്. അതിനുശേഷം നന്നായിട്ട് സർവ് ചെയ്യുക. അതിന് ടോപ്പിംഗ് ആയിട്ട് ഒരു ഐസ്ക്രീം ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ട്രൈ ചെയ്ത് പിന്നെ കമൻറ്റുകളായി അറിയിക്കുക. താങ്ക് യു.